ഈ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചേ. ഏയ് മിണ്ടാതിരിക്കേ. സാർ, നിങ്ങൾ ഇതിനകത്ത് ആനു ലിങ്ക് ഇട്ടിട്ടില്ലല്ലോ. 3 lakhs ഇട്ടോ മോളെ. ഓക്കെ. ഒരു 5 ലക്ഷം രൂപ ഇട്ടോ മോളെ. ഓക്കെ. പെണ്ണിന്റെ വയസ്സ് എത്രയായിരിക്കണം മാഡം? എൻ്റെ മോന് 26 വയസ്സായി. പെണ്ണിനൊരു 22, ഇല്ലെങ്കിൽ അതിൽ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നോ ഇല്ലയോ? ഒന്ന് അടങ്ങ്, പോകുമ്പോ ചോദിക്കാം. പെണ്ണ് എങ്ങനെ ഇരിക്കണമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? പെണ്ണ് വെളുത്ത് നല്ല സുന്ദരിയായിരിക്കണം. ഹൈറ്റ് ഒരു 5.4 ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാ. എന്റെ മോനെ നന്നായിട്ട് നോക്കുന്ന നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കണം. മോഡേൺ കുട്ടികളൊന്നും വേണ്ട, നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല കുട്ടിയായിരിക്കണം. ശരി, ഓക്കെ. കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഇട്ടിരിക്കുവോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കോ അതോ ഞാൻ ചോദിക്കണോ? നീ ഒന്ന് ചുമ്മാതിരിക്കേ. പെണ്ണിന്റെ ശമ്പളം എത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നേ? അതല്ല എന്തിനാ, പെണ്ണ് ജോലിക്കൊന്നും പോകണ്ട. എന്റെ മോൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഓക്കെ മാം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ID ആൻഡ് പാസ്വേഡ് റിസപ്ഷനിൽ നിന്ന് കിട്ടും. പേ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കോളൂ. ശരി മോളെ. താങ്ക്സ് മോളെ. അതെ അതെ, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഹായ് മാം, ലവ് മാരേജ്. കോഫി കുളിക്കാൻ വെള്ളം കിട്ടുമെങ്കിൽ 1/2 മണിക്കൂറാവും. ഇടാതെ എങ്ങനെയാടോ ഓഫീസിൽ പോണേ? അയ്യോ, ഷൂ ആരെങ്കിലും ബാഗിൽ വെക്കോടാ. Stupid. ഗുഡ് മോർണിംഗ് ശ്രീ സാർ. ഗുഡ് മോർണിംഗ് ശാന്തി ചേച്ചി. അല്പം ലേറ്റ് ആയി പോയി. ശ്രീ മതിയിടു, പോകാൻ നോക്ക്. സാർ, ഇത് കഴിഞ്ഞോ സാർ? വെക്കും. എന്താ കഴിഞ്ഞെന്ന് പറഞ്ഞ് വിൻഡോയിൽ നോക്കി സംസാരിക്കുന്നേ? അതും വിൻഡോ, ഇതും വിൻഡോ. ഓ വിൻഡോ വിൻഡോ, അടിപൊളി. ഓരോ തമാശകള്. എവിടെ എടാ? നിന്നോടാ എടാ, നിന്നെ തന്നെയാ. എന്താടാ കോളേജ് കഴിഞ്ഞോ? ഓക്കെ സതീഷേ, ഈ ബ്യൂറോയുടെ വെച്ചത് ആരാന്ന് ചോദിച്ചായിരുന്നോ? എടാ
ബോസിനോട് പറഞ്ഞിട്ടുണ്ട് കാലത്ത് തുടങ്ങി ബ്യൂറോ ബ്യൂറോ എന്ന് പറഞ്ഞവൻ. നോട്ട് യു സർ, ഇവിടെ ഒരു ചെറിയ ബ്യൂറോ പ്രശ്നം. തന്നെയൊക്കെ ജോലിക്കെടുത്ത് എന്നെ വേണം പറയാൻ. എന്താ ശ്രീ? അല്ല സാർ, വല്ലാതെ സെറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുക. ആ ബ്യൂറോ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ. അയ്യോ ശ്രീ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഒന്ന് പോ നോക്ക്, ആരെങ്കിലും വന്ന് നോക്കിക്കോളൂ. ജോലിയില്ല, വേർക്കുന്നു. സാറെന്തോ ബ്യൂറോ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു. ബ്യൂറോ 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 ഇവിടെ ഇവിടെ. ദേവന വാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇതാ ഓക്കെ സാർ. അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. പോ. എടുക്കടാ എടുക്ക. പയ്യെ പയ്യെ കൊണ്ടു. എടാ വാടാ. നിക്ക്, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യല്ലേ. എന്താമേ? ഇത് തങ്കരാജന്റെ അടുത്ത് കൊടുത്ത് ഹെമ്മിങ് ചെയ്തോണ്ട് വാ. എന്താ ഈ തച്ച് വെച്ചിരിക്കുന്നേ? 1/2 ഇഞ്ച് ലൂസ് എന്ന് പറഞ്ഞപ്പോ 1 ഇഞ്ച് ലൂസ് ആക്കി വെച്ചിരിക്കോ. യു നെക്ക് വെക്കാൻ പറഞ്ഞപ്പോ വി നെക്ക് വെച്ചിരിക്കോ. നിങ്ങളെ വിശ്വസിച്ചല്ലേ തുന്നാൻ തരുന്നത്? ദേ നോക്ക്, 100 രൂപയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. 50 വേണമെങ്കിൽ വെച്ചോ. ഇത് തന്നെ കൂടുതൽ. 100 രൂപയാ? 50 രൂപ മാത്രമേ ഉള്ളൂ. ഏയ്, 100 രൂപയ്ക്ക് പകരം 50 രൂപ എന്നിട്ട് പോവാണോ? നിനക്കെന്താ യു നെക്ക് വേണോന്നല്ലേ? അടുത്തേന് വാ, നെക്ക് ഉണ്ടാക്കി തരാം. നോക്കിയേ, ആ പോയവക്കെ പുതിയ ഡിസൈൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. കാണാനായിട്ട് നല്ല സെക്സി ആയിട്ടുണ്ടാവും. ഇതൊക്കെ അവക്ക് എങ്ങനെ മനസ്സിലാവാനാ? അതൊക്കെ പോട്ടെ. ചേച്ചി എത്ര ബ്ലൗസാ തന്നിട്ടിരിക്കുന്നത്? നോക്കട്ടെ. യൂനക്ക് വേണമെന്ന് അവിടുത്തെ സെൻസർ ബോർഡിൽ വർക്ക് ചെയ്യണോ? അല്ല പിന്നെ എന്താ മോനെ, നീ ഇടുന്ന സ്റ്റാറ്റസിലൊക്കെ ഞാൻ ലൈക്ക് ഇടുന്നുണ്ട്, കണ്ടായിരുന്നോ? ആ അതൊക്കെ പോട്ടെ. നീ ഇത് എത്ര നാളത്തേക്ക് സ്റ്റാറ്റസ് ഇട്ടോണ്ടിരിക്കാൻ പോകുന്നേ? പിന്നെ ടിൻഡർ എന്ന് പറഞ്ഞൊരു പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടെന്ന് നോക്കി. അതിൽ നല്ല സുന്ദരിമാരായ പെമ്പിളരുണ്ടെന്ന്. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കാമെന്ന്. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഞാനൊരു അക്കൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, നിനക്കൊന്ന് ട്രൈ ചെയ്തൂടെ? അയ്യോ, ഒന്ന് പോയട്ടെ. അങ്ങനെയാണെങ്കിൽ ഇടതുവശത്തെ ബിൽഡിങ്ങിലെ പെണ്ണിനെ നീ ഇപ്പോഴും ലൈൻ അടിച്ചോണ്ടിരിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പോയി സംസാരിച്ചൂടെ? ഒരേ ഓഫീസാണെങ്കിൽ സംസാരിച്ചേനെ. ശരി, ഇത് അടുത്ത ഓഫീസല്ലേ? ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നിനക്കൊരു ഹായെങ്കിലും പറഞ്ഞുകൂടെ? എന്നൊക്കെ ജനലിൻ്റെ അടുത്ത് പോയിന്ന് ഹവാരിയോ ഹായ് എന്നെങ്കിലും ഒന്ന് കാണിക്കടാ നീ. ഹായൊക്കെ പറയാം ചേട്ടാ. ന്യൂ ജോയിനിങ്. ഓഹോ, carry on. I know man, you go work. Hey, സതീഷേ, അവിടെ തുടച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല, അതിന്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നേ. നിങ്ങൾ തുടച്ചാലേ മനസ്സിലാവും. സാറേ, അതൊക്കെ ഉണങ്ങി കഴിഞ്ഞു സാറേ. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സതീഷേ, താൻ പോയി ജോലി നോക്ക്. പോവാനല്ലേ പറഞ്ഞേ? ചോദ്യം ചെയ്യാൻ പറ്റില്ല. സതീഷേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ കളിയാ? ജ്യൂസ് വാങ്ങിട്ടോ. മനസ്സിലായില്ല കളിയാ? എന്റെ സതീഷ് 2 പ്രാവശ്യം ഒരു കാര്യം നിന്റെ അടുത്ത് പറയണോ? പോയി ജ്യൂസ് വാങ്ങിട്ട് വാ.
ദേഷ്യം പിടിപ്പിക്കല്ലേ പ്ലീസ്. വാട്ട്സ് ഹാപ്പനിങ്? എന്ത് പേപ്പേഴ്സ് ഇതൊക്കെ? മൊത്തത്തിൽ റോങ്ങാ. പോയി റീവർക്ക് ചെയ്തിട്ടോ പോകാൻ. ഫയൽ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സാർ ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് സാർ ചെയ്ത വർക്ക് റോങ് എന്നും പറഞ്ഞ് സാറിനോട് റീവർക്കും ചെയ്യാൻ പറഞ്ഞ് എടുത്തെറിഞ്ഞു സാറേ. എന്താണെന്നറിയില്ല, സാറ് തന്നെ ചോദിച്ചു നോക്കിയാട്ടെ. താങ്ക് യു സാർ. കം ടു മൈ ക്യാബിൻ. Stop it. It's not working out. Chels. Come here. Chels. ഞാൻ ഡാൻസ് ചെയ്യാം, ഒന്ന് ഷൂട്ട് ചെയ്തേ. പോപ്സ്, ഞാൻ കുക്ക് ചെയ്യാൻ പോവാ. എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഞാനിത് രാത്രി പുറത്തു പോവാ. കമിയ, ലുക്ക് അറ്റ് ദിസ്. ഞാനും വരാം. സതീഷേ, എന്താടാ? അവരുടെ പേരും ചോദിച്ചു പറയാവോ? എന്തോ എസ്സിലാണ് തുടങ്ങുന്നതെന്ന് അറിയാം. അയ്യോ ശ്രീ, എന്നൊന്ന് ജോലി ചെയ്യാൻ അനുവദിക്കേ. നീ ജോലി ചെയ്യല്ല, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുകയില്ല. നീയൊക്കെ എന്തിനാ ഓഫീസിൽ വരുന്നെന്ന് പോലും അറിയില്ല. ജോലി ഒഴിച്ച് മറ്റെല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതേ നീ മാത്രം. വെരി ഔട്ട് ബിഹേവിയർ. അവളില്ല. ഭാഗ്യം. സിന്ധുജ, നിങ്ങളുടെ ബാഡ്ജ് താഴെ വീണു. എന്തായാലും നോക്കാം. സിന്ധുജ പളനിസ്വാമി. എന്തായിരിക്കും? ശരി, സിന്ധുജ ജോസഫ്. ശ്രീ, ഇത് കണ്ടോ? ഹോട്ടലിലെക്കാളും ചെറിയ ദോശ. ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയൂ. ഇങ്ങോട്ട് താ. ഹലോ. ഹായ്, ഞാൻ സിന്ധുജയാ. ആരാടാ? അത് ആരോ അറിയില്ല. ശരി, ഞാനൊന്ന് തങ്കരാജന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ എന്തിനാ? അച്ഛൻ ദോശ ഉണ്ടാക്കൂലേ, കഴിച്ചിട്ട് കിടക്കാൻ നോക്കാം. എന്നാ കഴിച്ചിട്ട് പോവാം. ശ്രീ, ഇത് കണ്ടോ? അതിനേക്കാളും നൈസ് ദോശ. ഇങ്ങോട്ട് നോക്കടി. മതിയച്ചാ, എന്റെ വയറ് നിറഞ്ഞു. ഒന്ന് നിക്കടാ, ഒരു ഹാർട്ടിന്റെ ദോശ കൂടെ തരാം. വയറ് നന്നായിട്ട് വേദനിക്കുന്നല്ലോ. Number you are trying to reach is currently
ഹായ് സിന്ധു. ഹലോ, ഹായ് സിന്ധു. ഹായ് സിന്ധു. ജാ, ഹായ്. ഇന്നലെ എന്നെ വിളിച്ചിരുന്നല്ലേ? സോറി, കുറച്ച് ബിസി ആയിപ്പോയി. എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് സിന്ധു? ജാ. നത്തിങ് മച്ച്. പുതിയ ഓഫീസല്ലേ, അപ്പോൾ ആരോടെങ്കിലും മിങ്കിൾ ചെയ്യാന്ന് വിചാരിച്ചു. ഈ വീക്കെൻഡ് ക്ലബ്ബിൽ പോവാന്ന് വിചാരിച്ചു. ഓക്കെ. ബട്ട്സ് ഓക്കെ. സതീഷ് വരാന്ന് പറഞ്ഞു. സതീഷ്? ദാറ്റ് ഗൈ. ഏയ്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കും ചെയ്യാൻ അറിയാം. നിനക്ക് ചെയ്യണോ? കൊച്ചി കള്ളി. നീ എന്തിനാ ഫോൺ എടുത്തേ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ബിസി ആയി പോയതാ. ഞാൻ ബിസി അല്ലടാ. ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ അങ്ങനെ സംസാരിക്കൂ. എന്നെ വിളിച്ചായിരുന്നു. വരാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയാ? എടാ, ഞാൻ ഇവള് പോയാലല്ലേ ശരിയാവൂ. ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വേണേ കാല് വേണം പിടിക്കാൻ. ആസ്ക് സോറി. സോറി അളിയ. ലീവ്. ഐ ടോക്ക് സിന്ധു. എന്ത് ചെയ്യും? ഇങ്ങോട്ടേ. ഇത് നേരെ അങ്ങ് പിൻ ചെയ്തേ. എന്താന്ന് വെച്ചാലേ, പയ്യന്മാർ ആദ്യം സംസാരിക്കണമെന്ന പെണ്ണുങ്ങളുടെ ഒരു രീതി. നീ അത് ചെയ്യ്. എന്നിട്ട് എങ്ങനെയാ റിപ്ലൈ വരുന്നതെന്ന് നോക്കാം കേട്ടാ. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഒരു ജോലി തീർന്നു. അയ്യോ, ഒരു അടിപൊളി ഐഡിയ കിട്ടി. എടാ മോനെ, ചേച്ചി വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ. നീ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നിങ്ങൾ പോയിട്ടോ? എന്നാ നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാവേ. പയ്യനൊരു അനക്കവും ഇല്ലല്ലോ. എന്തോരു മോനെ? മെസ്സേജ് വന്നില്ല കേട്ടോ. ഓ, ഇത്ര നേരമായിട്ട് വന്നില്ലേ? അതും കിടക്ക്. ഇപ്പൊ നോക്കിയോ റിപ്ലൈ വരുന്നത് എങ്ങനെയാണ്? പിടിക്കുക. നമ്മൾ ജോലിയും കൂലിയും ഇല്ലാതിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കരുത്. ശരിക്കും നമ്മുടെ അവസ്ഥ തന്നെയാണ്, പക്ഷേ പറയരുത്. നീ ടൈപ്പ് ചെയ്യോ? കോൺഫിഡൻറ്റ്. ഡാ, എക്സ്ട്രാ ഒന്നും ഇടരുത്. അതുപോലെ തന്നെ അയക്കുക. നിന്റെ ശീലം അത്. പിള്ളേർക്ക് ഒരു മര്യാദയില്ല. കണ്ടോ? എന്തായാലും നീ വാട്സാപ്പ് ഒരു 3 മാസത്തേക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്. ടിങ് ടിങ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ പ്ലാനാ. അതൊക്കെ പോട്ടെ, അത് ചേട്ടനൊന്ന് കാണിച്ചേ. സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയൂ. എന്തെങ്കിലും നന്നായിട്ടൊന്ന് അയക്കുക. സംസാരിക്കാൻ ഒരു പെണ്ണില്ലാതെ ആകെ മൂഷിച്ചിരിക്കുക. രാവിലെ കട തുറക്കുമ്പോഴേക്കും റീചാർജ് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഇരുന്നുറങ്ങേണ്ടി വരും. സൂപ്പർ, വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ സൈക്കോളജിയെ പറ്റി. ഇനി അങ്ങോട്ട് സംസാരം മാത്രമേ ഉണ്ടാവൂ. എന്താ അയച്ചിരിക്കുന്നത്? കാണിച്ചേ. ഹാർട്ടിന്റെ സിമ്പിൾ എന്തെങ്കിലും. എന്തുവാടാ ഇത്? കേയാ? ദാരിദ്ര്യം. താഴെ വെക്കണ അത്. ഹലോ പോപ്സ്, കാർ എടുത്തിട്ട് പോയോ? പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? സോറി ജെൽസ്. ഓക്കെ. ഒരു ദിവസമെങ്കിലും നിനക്ക് വണ്ടി തുടച്ചൂടെ? എങ്ങനെ ഇരിക്കുന്നു നോക്ക്. ചവർ അതിന്റെ മേലിൽ ഇടാൻ തോന്നുക. ഹായ്. ഹായ് ശ്രീ, എവിടെയാ? വീട്ടിലാ. എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഷുവർ. ഓക്കെ, താങ്ക്സ്. ഓക്കെ. സർ, ഒന്ന് പുറകിൽ അടിച്ചു തരും.
ഹായ്. ഹായ്. ഇവിടെ ഇരുന്നോ. ഗുഡ് ഡേ. സതീഷേ, ഹായ്. ഹായ്. സോറി സിന്ധു, നാളെ എനിക്ക് പാർട്ടിക്ക് വരാൻ പറ്റില്ല. ഹേ കം ഓൺ, ഇറ്റ് വിൽ ബി ഫൺ. ഫണ്ണൊക്കെയാണ്. കൊന്നോളെ. പറടാ. സോറി സിന്ധു, ഫാമിലി കമ്മിറ്റ്മെന്റ്. ഓക്കെ. ഷീ ലവ്സ് മീ. അതെന്താവും മനസ്സിലാക്കാത്ത നീ എനിക്ക് മനസ്സിലാവാത്തത്. നീ വരുന്നോ? എവിടെ? അഭിനയിക്കണ്ട, നാളെ ഈവനിങ് വന്നേക്ക്. മോനെ, ഡാ എവിടെയാ? എന്താ? നീയേടാ കോളേജിൽ ഒരു കോട്ട് ഇട്ടോട്ട് പോയില്ലേ? ഒരു കറുത്ത കോട്ട്. നാളെ അതെനിക്കും തരുമോ? എനിക്ക് നാളെ കോളേജ് ഉണ്ട്. എടാ ഒരു ഒറ്റ രാത്രിക്കാടാ. രാത്രി കോളേജൊന്നും ഇല്ലല്ലോ. എടാ രാവിലെ തന്നെ തിരിച്ചു വന്നേക്കാം. അത് നിനക്ക് ചേരില്ല, അത് വളരെ വലുതാ. അത് കുഴപ്പമില്ലടാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഡാ ഡേയ് പ്ലീസ് ഡാ പ്ലീസ്, ഇത്രയും ചോദിക്കല്ലേ. ഡേയ് ഡാ ഞാൻ വേണ്ടി മുകളിലേക്കൊന്ന് വാങ്ങാം. ഡാ മോനെ ഡാ. താങ്ക്സ് ഡാ. കുതിര വണ്ടിക്കാരിടുന്ന കോട്ട് പോലുണ്ട്. ആ, ഇത് കോട്ടാണോ ജെർക്കിനാണോ? മോനെ, ഒരു സിമ്പിൾ മാറ്റർ. നമുക്ക് സൂപ്പർ ആക്കാന്നേ. നിന്റെ പാർട്ടിക്ക് ഏറ്റതുപോലെ തുന്നിയെടുക്കാന്നേ. കോട്ടാണോ ഇത്? അപ്പൊ അതിന്റെ കാര്യം പോക്കാ. ഏയ്, ഹായ്. ഏയ് എന്തായി കാണിക്കുന്നേ? വേണ്ട, കോട്ട് ചുളിഞ്ഞു പോവും. ആ ബട്ടൺ ഓപ്പൺ ചെയ്തേ. ഫോൾഡ് യുവർ സ്ലീവ്. ടക്ക് ഔട്ട് ചെയ്യ്. വാ പോവാം. ഹായ്. ഹായ് മാം. വൺ വോഡ്ക ഷോട്ട്. ഓക്കെ ഷുവർ. നിനക്കെന്താ? ജ്യൂസ് എന്തേലും മതി. ജ്യൂസാ? നീ എന്താ വെള്ളം അടിക്കില്ലേ? ഏയ് ചേച്ചേ. ചേച്ചയാ? വെള്ളം അടിക്കുന്നില്ല, എന്താ ഇത്ര തെറ്റ്? അയ്യോ തെറ്റൊന്നുമില്ല, നിങ്ങള് കഴിച്ചു. Cheers. One more. Hey, നിന്നെ പറ്റി പറ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കൊച്ചി തന്നെ താമസിക്കുന്നത്. സ്കൂളിങ് SMJV-യിലാ. പിന്നെ കോളേജ് അവിടെ. ഇതെന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണോ? നിനക്ക് ഈ സോങ് ഇഷ്ടാണോ? ആ വലുതായിട്ട് ഇഷ്ടമല്ല, ഓക്കെയാണ്. വാട്ട്? നിന്റെ സോഡിക് സൈൻ എന്താ? ലിയോ. തോന്നി. ഞാൻ ലിയോ സെറ്റ് ആവില്ല. അതല്ല, ഇംഗ്ലീഷിലെ ലിയോ, മലയാളത്തിൽ കുമ്പരാശിയാ. നിങ്ങളുടെ സൺസൈൻ? അറിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറ. അറിയില്ല. അറിഞ്ഞൂടെന്ന് പറഞ്ഞു? എന്റെ അച്ഛൻ പറഞ്ഞല്ലേ എനിക്കറിയൂ. അദ്ദേഹത്തിന്റെ സ്വന്തം ബർത്ത്ഡേ പോലും അറിയില്ല. ഞാൻ ഇതാ. കുട്ടികളെ പോലെ നോ പറയാതെ ഒറ്റ സിബിൾ അടിക്കുക. അയ്യോ അതൊന്നും വേണ്ട. ഇപ്പൊ കുടിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ പറയുന്നത്? വേറെ എന്തെങ്കിലും പറ, ചെയ്യാം. ഇത് മാത്രം വേണ്ട. വേറെ എന്ത് പറഞ്ഞാലും ചെയ്യോ?
പെണ്ണിനെ പ്രപ്പോസ് ചെയ്തിട്ട് വാ. ഒന്നും വേണ്ട, ഇതിൽ പ്രശ്നമാവും. അപ്പൊ കുടിക്ക്. ശരി. ഞാനത് പറഞ്ഞില്ലായിരുന്നു, അതാണ്. യെസ്, ഐ ലവ് യു. വാട്ട്? അമ്മ. ഇനി ഞാൻ പറയാം, അതുപോലെ നിങ്ങൾ ചെയ്യും. എന്താ ചെയ്യണ്ടേ? അത് തന്നെ, പ്രപ്പോസ് ചെയ്യും. ഓക്കെ. ആരെയാ? എന്നെ. നോക്കിയിട്ടൊന്നും കാര്യമില്ല, ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അതേ പണിഷ്മെന്റ്. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇനി എന്റെ ജാണ. അതെ, നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കാന്നാ തോന്നുന്നത്. നമുക്ക് ഈ ഗെയിം ഇതോടെ നിർത്തിയാലോ? അവിടെ ഒരു ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, അവനെ പോയി അടിച്ചിട്ട് വാ. നമുക്ക് ഒന്നുകൂടെ ആയാലോ? എന്തിന്? എനിക്കവനെ കണ്ടിട്ട് പിടിച്ചില്ല, അതുകൊണ്ട് അവന്റെ മുഖത്ത് തന്നെ അടിക്കേ. നമുക്ക് വഴക്കൊന്നും വേണ്ട, തെറ്റല്ലേ? എന്താ പേടിയാണോ? എല്ലാവരും എനിക്ക് ധൈര്യമില്ലെന്നാ പറയുന്നത്. നോ, ഐ എം എ ബോക്സർ. ഒരുത്തനല്ലേ ഉള്ളൂ, ചെയ്താലും ഇത് കുഴപ്പമില്ല. ഞാൻ അന്നേ നോക്കിയല്ലോ. എന്താടാ? വഴക്കൊന്നും വേണ്ട ബ്രോ, തെറ്റല്ലേ ബ്രോ? ബ്രോ, വാ, വന്ന് പിടിക്ക്. വേഗം വാ. കൊള്ളാലോ, അടിച്ചല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാ. ഓ, അപ്പോ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യോ? പറഞ്ഞില്ലെങ്കിലും ചെയ്യും. ശോ, എന്തൊരു പഞ്ച. സീരിയസ് ആയിട്ടാ ഞാൻ പറയുന്നത്. എല്ലാരോടും മര്യാദയോടെ മാത്രമേ സംസാരിക്കുള്ളൂ. അതെ. ഇനി മുതല് എന്നെ സിന്ധു എന്ന് വിളിച്ചാ മതി. വിളിക്ക്. ശരി, വിളിക്കാം. ഇപ്പൊ തന്നെ വിളിക്ക്. സിന്ധു. ഒരു തവണയും കൂടി. സിന്ധു. ഹായ്. ചെൽസ്, ആരായി പയ്യൻ? പോപ്സ്, ഹീസ് മൈ കൊളീഗ്. വളരെ നല്ല പയ്യനാ, വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഒരു തവണ മീറ്റ് ചെയ്താ നല്ല ഇഷ്ടപ്പെടും. ഞാനിന്ന് ഫ്രീയാ, എന്നാ ഇന്ന് തന്നെ മീറ്റ് ചെയ്യാം. ഷോ പോപ്സ്? യെസ് ചെൽസ്. പറ സിന്ധു. എന്റെ അച്ഛന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈവനിങ് വരുമോ? വരാം. ഓക്കെ, വന്നിക്ക്. ബൈ. ഓക്കെ, ബൈ. ശരി, ഞാൻ പോന്നേ. ഒന്ന് നിക്കടാ. അച്ഛൻ കഴിക്കുന്നവര് നിക്ക്. ടിഫിൻ ബോക്സ് കൂടെ കൊണ്ടുപോകുക. ശരി. എടാ, തെറ്റിദ്ധരിക്കില്ലേ? അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ അച്ഛാ. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ നീ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അമ്മയെക്കുറിച്ച് നിനക്കറിയാലോ, ഒരു ഇമോഷണൽ ടൈപ്പാ. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലൊക്കെ
ഈ പ്രേമൊന്നും ചേരില്ല. എന്തോ നിന്നോടിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. സിന്ധു, സോറി സിന്ധു, ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല. സിന്ധു, നീ പൊക്കോ. ഇല്ല കുഴപ്പമില്ല. ഇനി 1/2 മണിക്കൂർ എടുക്കും. ആ, ഞാൻ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് നിക്ക്. എന്താ? എനിക്ക് തൊണ്ടവേദനയാ. ഒരു ഹോൾസ് വാങ്ങിട്ട് വരുമോ? ആ, ഓക്കെ. പിന്നെ നിനക്കെന്തെങ്കിലും വേണമെങ്കിലും വാങ്ങിയിട്ട് വാ. നീ ഒന്നും വാങ്ങിയില്ലേ? ഇല്ല, കേറിക്കോ. ആ, അച്ഛനൊന്നും വീട്ടിലില്ല, അതുകൊണ്ട് ലേറ്റായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിയിട്ട് വന്നോ. ഞാനെന്താ എവിടെ നിന്ന് വാങ്ങാൻ? നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് ആഹാരം വാങ്ങണം. കേറിക്കോ. ഇതിനേക്കാൾ സ്പെഷ്യൽ മൊമെന്റ് കിട്ടുമെന്നറിയില്ല. ഐ ലവ് യു. വാട്ട്? ഐ ലവ് യു സിന്ധുജ. കളിക്കല്ലേ ശ്രീ. ഹേയ് സിന്ധു, എന്താ? ഐ തോട്ട് വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സോ? സിന്ധു, എനിക്കിതിനെ ഒരുപാട് നാളായി ഇഷ്ടമാണ്. ഇൻഫാക്ട് നീ ഓഫീസിൽ വരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് സിന്ധു. ഷിറ്റോ? എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ അങ്ങനെ ഒരു മൊമെന്റിൽ കാഷ്വൽ ആയിട്ട് സംഭവിച്ചതാ. നീയല്ലേ ആദ്യം കിസ് ചെയ്തേ? നീ തന്നെയല്ലേ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാൻ പോയേ? യു സെഡ്യൂസ്ഡ് മീ. യു ടെംപ്റ്റഡ് മീ ടു ഡു ഇറ്റ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ബിക്കോസ് ഐ ലവ് യു സിന്ധു. സ്റ്റോപ്പ് സേയിങ് ദാറ്റ് ശ്രീ.
ഞാൻ നിന്നെ ലവ് ചെയ്തേ ഇല്ല. പ്ലീസ് സിന്ധു, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം സിന്ധു. ഞാൻ നിന്നെ കരയിപ്പിക്കില്ല സിന്ധു, നിന്നെ വഴക്ക് പറയില്ല സിന്ധു. പ്ലീസ് സിന്ധു. ടൈറ്റാനിക് പടത്തിൽ ജാക്ക് റോസിനെ നോക്കുന്ന പോലെ നിന്നെ നന്നായിട്ട് നോക്കൂ സിന്ധു. പ്ലീസ് സിന്ധു, എന്നെ മനസ്സിലാക്ക് സിന്ധു. ശ്രീ, ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്ത്. നീ ഒരു നല്ല പയ്യനാ. ഐ റിയലി ഫെൽറ്റ് കംഫർട്ടബിൾ വിത്ത് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. അത് ലവ് അല്ല ശ്രീ. പിന്നെന്തിനാ പബ്ബിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്? മനസ്സിലായില്ല, ഞാനെന്താ പറഞ്ഞേ? ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ ഐ ലൈക്ക് യു എന്ന് നീ പറയാൻ വന്നില്ലേ? പറ സിന്ധു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ് എന്നാ പറയാൻ വന്നത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് ലൈക്ക് അഡൾട്ട്സ്. നമ്മൾ രണ്ടുപേരും കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും റൂയിൻ ചെയ്യാൻ പാടില്ല. വി കൻ സ്റ്റിൽ ബി ഗുഡ് ഫ്രണ്ട്സ് ശ്രീ. ശ്രീ, മഴ കഴിഞ്ഞിട്ട് പൊക്കൂടെ? അവിടെ ഒരു പെണ്ണാണോടാ ഇത്രയും നാൾ നിന്റെ കൂടെ നടന്നിട്ട് അവസാനം വിട്ടുകളഞ്ഞോ നിന്നെ? അവള് ഗുണം പിടിക്കില്ല. അവളെ എങ്ങനെയൊന്നും പറയില്ലേട്ടാ. ഒന്നും മിണ്ടാതിരിക്കടാ. അവളെ പറയാതെ പിന്നെ എന്ത് ചെയ്യാനാ? അവളെയൊക്കെ ഉണ്ടല്ലോ, നിന്റെ അടുത്ത് ആവശ്യമില്ലാതെ ഒന്ന് സ്നേഹവും കാണിച്ച് ഒടുവിൽ നിന്നെ പറ്റിച്ച് കരയിച്ചില്ലടാ അവള്. അവളെ വെറുതെ വിടരുത്. നിന്നെ വിശ്വസിപ്പിച്ച് പറ്റിച്ചവളല്ലേ? പറയടാ. മതി ഏട്ടാ. ഏയ് അല്ലടാ, കുറഞ്ഞു എന്നാ തോന്നുന്നത്. പക്ഷെ അവള് നല്ലവള. I got you. Stupid. എന്താ ചേൽസ്, ഇന്ന് എന്നോട് തോറ്റല്ലോ? എന്തു പറ്റി? യു ലുക്ക് ഡിസ്റ്റർബ്ഡ്. അച്ഛൻ നാട്ടിൽ പോയിരുന്നപ്പോൾ ഐ ബ്രോട്ട് ശ്രീ ഹോം. ആദ്യമായിട്ട് ഒരു തെറ്റ് ചെയ്തതുപോലെ തോന്നുക അച്ഛാ. But he said he loves me.
വാട്ട് അബൌട്ട് യു? അത്രക്ക് ഈസി ആയല്ലേ? ഇല്ല അച്ഛാ, ആക്ച്വലി ഏയ്, നിന്നെ നീ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ദേ നോക്ക്, നിനക്ക് ചിലപ്പോൾ സാധാരണമായിരിക്കാം, പക്ഷെ അവനെ പോലുള്ള പയ്യന്മാര് ലവ് എന്ന് പറഞ്ഞ ജീവൻ കൊടുക്കും. അവന്റെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ നീ അവനോട് പെരുമാറിയത് നിന്റെ തെറ്റാ. ആദ്യം അവനോട് പോയി മാപ്പ് പറയേ. പോവാം. സതീഷ്, എന്റെ ഓഫ് ഒന്ന് പറഞ്ഞേക്കണേ. ശരി. ഹേ ഹായ് ശ്രീ. അമ്മ. ഹായ് ആന്റി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പേഷ്യന്റ് സുധയുടെ കൂടെ വന്ന ആരാ? ആ അതാ വരുന്നു. ഒന്നകത്തേക്ക് വരൂ. ഇരിക്കും മോളെ. നിന്റെ പേരെന്താ മോളെ? സിന്ധുജ ആന്റി. എന്തു പറ്റി ആന്റി ഹോസ്പിറ്റലിലേക്ക്? ഒന്നുമില്ല മോളെ, ഇവൻ തന്നെ എനിക്ക് ഫുൾ ബോഡി ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഓക്കെ. നീ എന്താ മോളെ ഇവിടെ? ഞാൻ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഓ, എന്തോ ഓഫീസാ മോളെ ഇത്? ഇവൻ കുറച്ച് നാളായിട്ട് ആളെ ശരിയല്ല. ഓഫീസിൽ നല്ല പ്രഷറാണെന്ന് തോന്നുന്നു. അവന്റെ മുഖത്ത് നോക്കി വാടിപ്പോയിരിക്കുക. എല്ലാ ജോലി അവൻ തന്നെ ചെയ്യും പോലെ തോന്നുന്നേ. അവനാണെങ്കിൽ തിരിച്ചൊരു വാക്ക് പറയാൻ പോലുള്ള ശക്തിയില്ല. നീ അവനെ ഒന്ന് നോക്കിക്കോണേ മോളെ. ഉറപ്പായിട്ടും ആന്റി. അമ്മയ്ക്ക് സന്തോഷായി. ശരി ആന്റി, ഞാൻ പോവാ. ശരി മോളെ. പോപ്സ് ഉറങ്ങിയില്ലേ? അത് ഞാൻ ചോദിക്കണ്ടല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ ചിക്കൻ കഴിച്ചിട്ട് എത്ര ദിവസമായി? ഒരു 100 ഗ്രാം ചിക്കൻ പക്കോട എടുക്കൂ. ആ ശരി, കുറച്ച് വെയിറ്റ് ചെയ്യണം. ചേട്ടാ, ആ വീട്ടിൽ പറയുന്ന പെണ്ണെ തന്നെ കല്യാണം കഴിക്കുന്നത് നല്ലതല്ലേ? നീ ഇതുവരെ ആ പെണ്ണെ മറന്നില്ലേ? ഒന്നുമല്ല, ഞാൻ മറന്നു. ആ അങ്ങനെയൊന്നുമില്ല, ഞാൻ മറന്നു ചേട്ടാ. അപ്പം മര്യാദയ്ക്ക് കഴിക്ക്. ആ നടു പീസ് എടുത്ത് കഴിക്ക്, നല്ല രുചിയാ. ചേട്ടാ, അവിടുന്ന് വിളിക്കുന്നു. എന്താ സംസാരിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നത്? ഞാൻ ഫോൺ എടുക്കണ്ട. ആ ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ എന്തോ ചോദിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. എന്നാ ഈ നടു പീസ് ഞാൻ എടുത്ത് കഴിക്കാം കേട്ടോ. ആ കാര്യം പറ, എന്താ പറഞ്ഞ അവളോ? നാളെ പുറത്തു പോകാന്ന് ചോദിക്കുക. നീ വരില്ല എന്ന് പറഞ്ഞില്ലേ? അവള് എന്ത് വ്യത്യാസമായിട്ട് ചോദിക്കുക. എന്ത് വ്യത്യാസമായിട്ട്? അന്ന് സംസാരിച്ച് കട്ട് ചെയ്ത് വിട്ടില്ല, അതുപോലെയാണോ? നോക്ക്, ഒരേപോലെ സംസാരിക്കുന്നവരെ വിശ്വസിക്കാം, എന്നാ ഒരു പോലെ സംസാരിക്കില്ലേ, അവരെ വിശ്വസിക്കാനേ പാടില്ല. നീ പോകാൻ പാടില്ല, ഈ ചിക്കനാണ് സത്യം. അവൾ വിളിച്ചോ പോവുന്നു. പോയി എന്നാ ചോദിച്ചിട്ട് വന്നാലോ? എന്നാ പോയി തൊലേ, പക്ഷേ പൗരുഷം മാത്രം വിടാൻ പാടില്ല. അതുപോലെ അവളെയും വിശ്വസിക്കരുത്. അങ്ങനെ കഴിക്കാം, നന്നായിട്ട് കഴിക്കാം. ചേട്ടാ മതി ചേട്ടാ, ഞാൻ പോന്നു. ഞാൻ പോന്നു പറയാം. എന്റെ കയ്യിൽ കാശില്ലടാ. പേടിക്കണ്ട, ഞാൻ പ്ലേറ്റ് എല്ലാം കഴുകി തരാം. എങ്ങോട്ട് പോ? എവിടേക്കെങ്കിലും. മായാജൽ? വേണ്ട, എവിടെയെങ്കിലും ദൂരെ ലോൺലി ആയിട്ട്. ഓക്കെ, സ്പീഡിൽ പോകാൻ പോവാ. മഴ നിന്നോ? പോ. അവിടെ ഒരു തെരുപ്പുണ്ട്. നോക്കിയത് കുറെ ഉണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? എന്ത് വേണ്ട, എനിക്ക് കുട്ടിക്കാരൻ തൊട്ട് ഞണ്ടെന്ന് വെച്ചാൽ പേടിയാ.
നോക്ക്. പാവം, ചെയ്യില്ല. Let's go for a walk. Okay. ശ്രീ ശ്രീ എന്താ? ഒന്നുമില്ല. അല്ല, പറഞ്ഞു. എന്തോ പറയാനല്ലേ നീ എന്നെ വിളിച്ചേ? പറ. I'm sorry. എന്തിന്? എല്ലാത്തിനും. കുറെ നാളായി നിന്നോട് സോറി പറയണം തോന്നി. അതുകൊണ്ടാ നിന്നോട് വരാൻ പറഞ്ഞേ. വേറെന്താ? വേറെന്താ? But I like you. As a friend. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? റിലാക്സ്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. മോർണിംഗ്. ഹായ് സിന്ധു. ഇറ്റ്സ് ഹാപ്പൻസ്. നീയൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര സങ്കടത്തിലാ. അവനൊരു വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. ടേക്ക് ഇറ്റ് ഈസി. യു നോ വാട്ട്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് മൂവിങ് ഓൺ. പോടാ. ഇപ്പൊ എങ്ങനെ തോന്നുന്നു സതീഷ്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പ്ലീസ്. സതീഷ് എന്താ പറഞ്ഞു? One, two, 1, 2, 3, 5, 6, 7. Yes, good. Keep bouncing. Yes. Good. Yeah. Touch yourself. Yeah. Good, good. Move back. Where is she? We being waiting for you. Come, sit down. Guys, ready? Let's go for the presentation. Okay, sir. എന്റെ ഭാഗത്താണ് തെറ്റ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഗിവ് മി ചാൻസ്. So what is this? Hey, Shri. Slide change ചെയ്തേ. സർ, ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറയുന്നതല്ല. അന്ന് അവരുടെ സ്നേഹം മനസ്സിലാക്കാതെ എല്ലാവരും മുമ്പിൽ വെച്ച് ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു. അത് ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ തെറ്റ് തന്നെയാണ്. അന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തെറ്റ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ശരിയാക്കാൻ വേണ്ടി ഞാൻ നോക്കുക. സിന്ധു, പ്ലീസ്, ഐ എം സോറി. Enough, sir. I'm ഇരിക്ക്. ശ്രീ, എന്താ ഇത്? വന്ന കാര്യം നോക്ക്. സർ. എല്ലാരും അവരവരുടെ ജോലി മാത്രം നോക്കിയാ മതി. സോറി ഗൈസ്.
സിന്ധു ഒരു മിനിറ്റ് എന്നോട് സംസാരിക്കണം. സിന്ധു പ്ലീസ് പ്ലീസ്. Hey, സിന്ധു get ഞാൻ out. പറയുന്നത് കേൾക്ക്. Get out. സിന്ധു 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 പ്ലീസ് 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 ഒരൊറ്റ മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പൊക്കോളാം. ഞാനന്ന് അറിയാതെ പറഞ്ഞെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്, എൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത്. സത്യമായിട്ടും ഞാനായിരുന്നെങ്കിൽ അത് പറയില്ലായിരുന്നു. അങ്ങനെ സത്യമായിട്ടും ആദ്യമായിട്ട് മദ്യപിച്ചുകൊണ്ടാത് അതെൻ്റെ ഇമോഷനെ ട്രിഗർ ചെയ്തു. എനിക്കെല്ലാം പഴയതുപോലെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതി സിന്ധു, പ്ലീസ്. ശിവ, എന്താടാ നിന്നെ ഇപ്പം ഇങ്ങോട്ട് കാണാറൊന്നുമില്ലല്ലോ. എടാ വാടാ, ഒരെണ്ണം അടിക്കാടാ, ഞാൻ ഫ്രീയാ. ഈ ആഴ്ച വരുമോ? ആ, അപ്പം ഞായറാഴ്ച വരുമല്ലോ അല്ലേ? അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം. വന്നേക്കണേ. ആ, എന്ത് പറ്റിടാ? തോട്ട ശിവയാ, എൻ്റെ ഫ്രണ്ട്. നമ്മുടെ ഏരിയ തന്നെയാ, പോസ്റ്റ് ഓഫീസിനടുത്താ വീട്. ക്രിക്കറ്റ് ദോസ്ത്. അവൻ്റെ കാര്യം പറയുകയാണെങ്കിലേ, ഒരു ദിവസം ടൂർണമെൻ്റ് ആയിരുന്നു. ഇവൻ എറിഞ്ഞ ബോളൊക്കെ പടാന്നടിച്ച് പയ്യന്മാരെ അവനൊരു പരുവത്തിലാക്കി. പക്ഷേ ഇവൻ വിട്ടില്ല. അടുത്ത ആഴ്ച ഹാട്രിക്ക്. എങ്ങനെയാണെന്നറിയോ? പുതിയ അപ്രോച്ച്. മനസ്സിലായില്ലേ? അതായത് സ്പിൻ ബോൾ ഇട്ടെന്നേ. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള ബോളൊക്കെ അടിക്കുന്നത് എൻ്റെ ഫ്രണ്ട് തോട്ട ശിവയാണ്. അതിനുശേഷം ആരോ പുതിയ ഒരുത്തം വന്നത് കേട്ടല്ലോ. 1 2 3 4 5 6 7 സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ചെൽസ് ചെൽസ്. Yeah, Pops. ആ ചെൽസ്, ഈ മൂവ്മെന്റ്സ് ഒന്ന് ഷൂട്ട് ചെയ്തേ. റെഡി? 1 1 2 മ്യൂസിക്. ഏയ്, നീ എന്താ ഇവിടെ? നിന്നോട് ഇവിടെ ആരാ വരാൻ പറഞ്ഞേ? ചെൽസ്, എന്തിനാ അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഹീസ് മൈ സ്റ്റുഡൻറ്. പോപ്സ്, ഇതാരാണെന്ന് മനസ്സിലായില്ലേ? ശ്രീയല്ലേ? ദേ നോക്ക്, പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ക്ലാസ്സിന് പുറത്ത്. നോ പ്ലീസ്. വാട്ട് ബേബി, ഡു യു ഹാവ് എനി പ്രോബ്ലം? Not at all. ടൈറ്റാനിക് സിനിമയിലെ ജാക്കിനെ പോലെ നീ എന്നെ നോക്കിയില്ലെങ്കിൽ അവന് സംഭവിച്ചു തന്നെ നിനക്ക് സംഭവിക്കും. ഒരു ഐ ലവ് യു പറഞ്ഞൂടെ? ഞാൻ കൂടെയില്ലേ? ശ്രീ, ഈ ബിൽഡിങ്ങില് ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? നമ്മുടെ ഓഫീസ് ലിഫ്റ്റ് പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? അപ്പപ്പോ അത് സ്റ്റക്കായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? സിന്ധു നിക്ക്, പോരെ.
അയ്യോ നേരമെടുത്തോ. ശ്രീകുട്ടി, സമയായി. എന്താടാ, എക്സർസൈസ് തുടങ്ങിയോ? അമ്മേ മതി അമ്മേ. എന്തിനാ മതിയെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നന്നായിട്ട് കഴിക്കാൻ നോക്കാം. നന്നായിട്ട് കഴിച്ചോണ്ടിരിക്കുകയല്ലോ. ഗുഡ് മോർണിംഗ്. ഞാൻ പോയി ആഹാരം ഉണ്ടാക്കാം. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് ചേച്ചേ മതി, വയറ് നേരത്തെ നിറഞ്ഞു. ഇനി മുതൽ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചാൽ മതി. സൂപ്പർ ഗായ്സ്, ടോയ്ലറ്റ് പ്ലംബിംഗ് വർക്ക് നടക്കാണ്, ആരും അങ്ങോട്ട് പോരുത്. ഹലോ, പറയട്ടാ. എന്താ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരിക്കാണോ നീ? പറഞ്ഞോ ചേട്ടാ. ഇന്ന് മുതൽ നീ ടൈലറിംഗ് ക്ലാസ്സിന് വരാന്ന് പറഞ്ഞല്ലോ. ടൈമിംഗ് വളരെ പ്രധാനമാണ്, പെട്ടെന്ന് വാ. വരാം, ദേഷ്യപ്പെടാതെ ചേട്ടാ. വന്ന് വേഗം പഠിക്കാൻ നോക്ക്. എന്ത് ക്ലാസ്സാ? നമ്മുടെ തങ്കരാജ് ചേട്ടനാ അമ്മേ. ചുമ്മാ ബോറടിക്കല്ലേ, ഡെയിലി പോയിട്ട് വരാം അമ്മ, ടൈലറിക്ക് പഠിക്കാനേ. വയ്യമ്മ. എടാ, അവൻ തന്നെ എൻ്റെ അടുത്താ പഠിക്കുന്നത്. ഇവൻ അവൻ്റെ അടുത്ത് പോയി എന്ത് പഠിക്കാനാ? ശ്രീ, നിന്റെ ഡ്രീം എന്താ? അങ്ങനെയൊന്നുമില്ല. ലൈഫില് നിന്റെ ഡ്രീം? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ശരി, ക്യാരി ഓൺ. അല്ല, നിന്റെ ഡ്രീം എന്താ? എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുറക്കണം എല്ലയില്. എന്തിനാ റെസ്റ്റോറൻറ്റ്? ഐ ലവ് കുക്കിംഗ് ആൻഡ് എന്തൊരു വലിയ ബിസിനസ് ആണെന്നറിയോ? എല്ലയിലൊരു റെസ്റ്റോറൻറ്റ്, അവിടെ തന്നെ ഒരു വീട്. എന്തോ രസമെന്നറിയോ? ഐ എം സേവിംഗ് മണി ഫോർ ദാറ്റ്. റെസ്റ്റോറൻറ്റിന് പേര് കണ്ടുപിടിച്ചോ? എത്ര നാളെ ആലോചിക്കുന്നെന്നറിയോ? പേര് മാത്രം കിട്ടിയില്ല. എസ് എസ് റെസ്റ്റോറൻറ്റ് എന്നുവെച്ചാ ശ്രീ സിന്ധു. എങ്ങനെ? നിനക്ക് സത്യത്തിൽ ഒരു ഡ്രീമും ഇല്ലേ? അമ്മയെ നന്നായിട്ട് നോക്കണം, അത്ര തന്നെ. അത് ഡ്രീമല്ല, കടമയാ. എന്തേലും ഒന്ന്. അല്ല, എല്ലേന്ന് വെച്ചാൽ എന്തുവാ? ലൂസ് ഏഞ്ചൽസ്. ഇതായിരുന്നു. സിന്ധു, പോയാലോ? ഞാനിന്ന് ലേറ്റ് ആവും. ശരി, വെയിറ്റ് ചെയ്യാം. ഇല്ല, നീ പൊക്കോ, കുക്ക് ചെയ്ത് വെക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ക്യാബിൽ വന്നേക്കാം. ശരി, ഓക്കെ. ബൈ. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേ? കുക്ക് ചെയ്തില്ലേ? ഇല്ലപ്പോളെ, ഞാൻ പുറത്തോട്ടൊന്ന് പോയി. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം. പറഞ്ഞിട്ട് തന്നെയല്ലേ വിട്ടത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഏയ്, ഇപ്പൊ എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? വാ, വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഐ എം ടയർഡ്. കുക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. പോവാം. അവിടെ നിർത്ത്. അവിടെ വേണ്ട, അടുത്ത് വേറൊരു കടയുണ്ട്, അങ്ങോട്ട് പോവാം. എവിടെയെങ്കിലും ഒന്ന് നിർത്ത്. വാ, അടുത്ത് തന്നെ.
ഒരു എന്താ മിനിറ്റ് ഒന്നിറങ്ങൂ. എന്താ പറ്റിയേ? പെട്രോൾ ഇല്ലെന്നാ തോന്നുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അടുത്തെങ്ങാനും പോവാന്ന്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ബൈക്കിൽ പെട്രോൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും നോക്കില്ലേ? നീ എന്താ കൊച്ചുകുട്ടിയാ? ബൈക്ക് നീയാണോ ഞാനാണോ ഓടിക്കുന്നേ? ഇപ്പൊ എങ്ങനെ പോവാൻ ഇവിടുന്ന്? മര്യാദക്ക് ഡിന്നർ കുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇറിറ്റേറ്റിംഗ് ആവുന്നു. വന്ന് വന്ന് നീ ചെയ്യുന്നതെല്ലാം എങ്ങനെയാ? നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പോലും എനിക്കറിയാം. നീ ജനിച്ച ഹോസ്പിറ്റൽ ഏതാണ് നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു. അവിടെ പോയോ 10 വർഷം മുമ്പ് ആ ഹോസ്പിറ്റൽ പൂട്ടിയെന്ന്. ഒരാഴ്ച കൊണ്ട് തേടി അലഞ്ഞ് പിന്നീട് ആ ഹോസ്പിറ്റലിലെ ഓണർ ആരാന്ന് കണ്ടുപിടിച്ച് അദ്ദേഹം മുഖേന നിന്റെ അമ്മയുടെ പ്രസവം നോക്കി ഡോക്ടറെയും കണ്ടുപിടിച്ചു. അവരിപ്പോൾ 93 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ്. ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇപ്പോഴും ഹൈദരാബാദിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ഒരു 10 ദിവസം തേടി അലഞ്ഞ് കഷ്ടപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിച്ച് അത് വച്ചിട്ടിപ്പോൾ പറയുക. ഇനി 4 സെക്കൻഡ് കൂടെ. 3, 2, 1. ഹാപ്പി ബർത്ത്ഡേ സിന്ധു. ഡാ, ആ പെണ്ണിന് എന്താ കുഴപ്പം? നിനക്കെന്താ അവളെ പിടിക്കാത്തെ? ഇഷ്ടപ്പെട്ടില്ല, അതൊക്കെ വിടച്ചാ. ഡാ, ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ നിന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വിളിച്ചോട്ടല്ലേ ഞാൻ വന്നേ. ഡാ, നിന്റെ മനസ്സിൽ നീ ആരാന്ന വിചാരം? അതെ ചേട്ടാ, അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നോക്കാം. ഹായ്. എന്താ നിന്റെ മുഖം കണ്ട ആ പെണ്ണ് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അളിയാ, സംഭവം ഞാൻ അറിഞ്ഞു. ഒരുപാട് ഹാപ്പിയായി. ഇൻവിറ്റേഷൻ അയക്കാൻ മറക്കല്ലേ. കൺഗ്രാറ്റ്സ് ശ്രീ. എപ്പോഴാ കല്യാണം? അതൊക്കെ ഇപ്പൊ തന്നെ നടക്കും. ഒന്നും മിണ്ടായിരിക്കുന്നുട്ടോ. ഇറ്റ്സ് നോട്ട് ഫണ്ണി സിൻസിയ. എൻ്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. എല്ലാം നീ കാരണോ? ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? വിട് പ്ലീസ്. ഇല്ല, പറ ശ്രീ, ഞാൻ എന്ത് ചെയ്തു? നമുക്ക് കല്യാണം കഴിച്ചാലോ? സിന്ധു നിക്ക്. ഇനി എന്നെ കുറിച്ച് അറിയാനുണ്ടോ? ഇനി എന്താ നിനക്ക് അറിയണ്ടേ? പറ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇത് ഓഫീസാ. എന്നെ മാരേജ് എന്ത് പ്രശ്നമാണ് നിനക്ക്? നീ കാരണം എൻ്റെ അച്ഛനും പറ്റിച്ച് നിന്റെ കൂടെ ഇരിക്കുന്നേ. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാരണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും. എന്താ നിനക്ക് എന്നോട് താമസിക്കാൻ അത്രയ്ക്ക് വെറുപ്പാണോ? എന്തോ ഒരു ഫേവർ ചെയ്യുന്ന പോലെ പറയുന്നു. നീ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ വന്നത്? ഇഷ്ടപ്പെട്ടോണ്ട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ നീ മുതലെടുക്കരുത്. വിൽ യു മാരി മീ ഓർ നോട്ട്? ഐ എം നോട്ട് റെഡി ഫോർ മാരേജ്. അതാ എന്തുകൊണ്ട്? എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ എന്റെ ഡ്രീം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറയുന്നു. നാളെ പേരക്കുട്ടികളുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാൻ പറയുവര്. ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ്. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് കഷ്ടപ്പെടുന്നതിന് പകരം ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല. നമ്മൾ റെഡി അല്ല എന്ന് അറിഞ്ഞിട്ടും എന്തിനാ ചെയ്യുന്നേ? പ്ലസ് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വന്നാ അവരെ വളർത്തുന്നതിനിടെ തന്നെ നമ്മുടെ ലൈഫ് പോവും. അപ്പോൾ എന്റെ ഡ്രീം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണ്ടേ? എന്താ സിന്ധു, നീ ഇത്ര സെൽഫിഷ് ആണോ? എന്റെ ലൈഫിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്നോടും നിനക്ക് വേണ്ടി ജീവിക്കാനാ പറയുന്നേ. നിന്റെ അമ്മ പറയും പോലെ നിന്റെ ജീവിതം കളയാതെ. എന്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കൺസേൺ ആവുന്നത് പോലെ കാണിക്കണ്ട. എന്നിട്ട് സംസാരിക്കാൻ വന്നിരിക്കുക. യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ശ്രീ. ഞാൻ നിന്നോട് വഴക്കൂടിയതല്ല. ലെറ്റ്സ് ഫൈൻഡ് സം സൊല്യൂഷൻ.
ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ നിന്റെ കൂടെ വന്നേ. നിനക്ക് നിന്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് വേണ്ടി വീട്ടിൽ മനസ്സിലാക്കാൻ ആരുമില്ല സിന്ധു. you are trying to reach is currently switched off. Please try again. ഹലോ ആൻറ്റി, ഞാൻ സതീഷാണ് വിളിക്കുന്നത്. ശ്രീയില്ലേ ആൻറ്റി? ഇല്ല, ഇന്ന് ഓഫീസിൽ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ ആൻറ്റി, ഓക്കെ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇന്നലെ മുഴുവൻ മഴ നനഞ്ഞത്ര, സുഖമില്ലെന്നാ പറഞ്ഞേ. ചേട്ടാ, നിങ്ങളുടെ മോനെ ആവി പിടിക്കണമെന്നാ പറഞ്ഞേ. ചൂടുവെള്ളം വെക്ക്. നീ എങ്ങനെ ഇവിടെ? എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? ആദ്യം കുറച്ച് നീ കിടക്ക്, പനിയാ. കുഴപ്പമില്ല, എനിക്ക് വരട്ടെ. എങ്ങനെ വന്നേ? അമ്മയുടെ സോറി, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനെന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അയ്യോ ശ്രീ, ഇത് നമ്മുടെ ട്രൂപ്പിന്റെ ഫസ്റ്റ് ഷോ ആണ്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. നോ എക്സ്ക്യൂസസ്. ഉറപ്പായിട്ടും മാസ്റ്റർ. ചേൽസ്, ഹാപ്പി അല്ലേ? ഷോർ പോപ്സ്. ഇപ്പൊ ട്രാഫിക്കിലാ, തിരിച്ചെത്തിട്ട് വിളിക്കാം. ബൈ 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 മാസ്റ്റർ. ബൈ ബൈ ബൈ. ബൈ. ഇവരുടെ അച്ഛനമ്മയും പറഞ്ഞാൽ മതി, അഴിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ? അവരുടെ ലൈഫ് അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് മാറ്റുന്നത് നമ്മുടെ കയ്യിലാ. കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തേ? നീ പറയുന്ന കേട്ട ഇവരൊന്നും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പാടില്ലെന്ന് തോന്നുമല്ലോ. ഇവരെന്നല്ല, ആരായാലും കുട്ടികളുടെ ലൈഫിനെ കുറിച്ച് ഓർക്കാതെ പ്രസവിക്കാൻ പോകുന്നത് ശരിയല്ല. മനസ്സിലായി. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതുപോലെ റോഡിൽ അലയില്ല. നമ്മളിവിടെ കാറിൽ വരും സിന്ധു. കാർ എൻ്റെ അച്ഛൻ്റെയാണ് ശ്രീ. കാറ് വാങ്ങിയിട്ട് സംസാരിക്കാം. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? കല്യാണമാണോ കുഞ്ഞുങ്ങളാണോ? ഇത് നടന്നാ അതും നടക്കും. ശരി, ഞാൻ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് സമ്മതിച്ചാ? നീ സമ്മതിക്കും, നിന്റെ അമ്മ സമ്മതിക്കോ? എനിക്കൊക്കെ സെറ്റാവും തോന്നുന്നില്ല ഏട്ടാ. എന്തു പറ്റി? അവള് വേറെന്തൊക്കെയോ ചിന്തിക്കുക. പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ എന്നെ കൊണ്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ രണ്ടുപേരും ആലോചിക്കുന്ന കാര്യം തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. എങ്ങനെ ചേട്ടാ സെറ്റാവുന്നത്? അതിന് മാത്രം എന്താണ് നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ഏട്ടാ. അവൾ കല്യാണം വേണ്ടെന്ന് പറയുന്നു, ഞാനാണെങ്കിൽ വേണമെന്ന് പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ തന്നെ ഞാനവളെ ഇഗ്നോർ ചെയ്താലും അവൾ ഇങ്ങോട്ടൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏട്ടാ. അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഏട്ടാ. പക്ഷേ ഫൈനലായിട്ട് ഇതെല്ലാം വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലാവുന്നില്ല. നോക്കിയേ, ഒരു ദിവസം സിന്ധുവിനെ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ സംസാരിക്കാം. അതിനിടയിൽ എന്തിനാ എങ്ങനെ ചിന്തിക്കുന്നേ? നല്ലതേ സംഭവിക്കൂ, നീ അവളെ കൂട്ടിയിട്ട് വാ. എന്തൊക്കെയാ ശാന്തി ചേച്ചി, എന്താ ലഞ്ച്? ഇത് ആയുർവേദ കഞ്ഞിയാ. എന്ന് വെച്ചാ ഈ ചുക്ക്, കുരുമുളക്, തിപ്പലിയൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ വെച്ചുണ്ടാക്കുന്ന ഒരു കഞ്ഞിയാ. ഇത് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാ മതി. ശരീരത്തിന് ഒരു അസുഖവും വരില്ല. എന്താ ചേച്ചി ഡോക്ടറെ പോലെ സംസാരിക്കുന്നല്ലോ? ഞാനേ പഠിക്കാത്തൊരു നേഴ്സാ മാഡം. ഛേ, നേഴ്സ് ആവായിരുന്നല്ലോ.
എവിടെ, എനിക്കൊരു നേഴ്സാവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. 16-ാം വയസ്സിൽ എന്നെ കെട്ടിച്ചു വിട്ടു. പിന്നെങ്ങനെ നേഴ്സാവാനാ? കുഞ്ഞ്, കുടുംബം എന്നൊക്കെ പറഞ്ഞ് കാലങ്ങളങ്ങ് കടന്നുപോയി. വെയിറ്റ് പെട്ടെന്ന് ഇങ്ങനെ നോക്കാതെ. ചേച്ചി ഇപ്പം ലൈഫ് സന്തോഷമല്ലേ? എനിക്കെന്താ സാറേ, ഒരൊറ്റ മോളാ. അവളെയും കെട്ടിച്ചു കൊടുത്തു. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ഒരുപക്ഷെ ചേച്ചി നേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സന്തോഷം ഉണ്ടാവില്ലായിരുന്നോ? അതൊരു സത്യം തന്നെയാ. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വീട് നല്ല രസമായിട്ടുണ്ട് ചേട്ടാ. ഇതാ ആണോ? എല്ലാം ഇവിടെ തന്നെ ചെയ്താ. കുഞ്ഞിങ്ങി വാ. നിക്കണം, ഞാൻ സംസാരിക്കാം. എന്താ പേര്? കാർത്തിക് കണ്ണൻ. ഓ സൂപ്പർ. ഇന്ന് സ്കൂളില്ലേ? അല്ല, അവൻ കള്ളം പറയുവാ. ഞങ്ങൾക്ക് മാത്രമാ സ്കൂൾ ലീവ്. അത് വേറൊന്നുമല്ല, സ്കൂൾ ഫീസ് അടച്ചില്ല. കള്ളം പറഞ്ഞതാ. ഇപ്പോ സ്കൂൾ ഫീസ് അടയ്ക്കാൻ തന്നെ സമ്പാദിക്കേണ്ട അവസ്ഥയാ. അതുകൊണ്ടാ ഞാനും ജോലിക്ക് പോവാന്ന് പറയുന്നത്. എവിടെന്ന്? പക്ഷെ എന്നെ വിടണ്ടേ? നീ ജോലിക്ക് പോയി കഴിഞ്ഞാലോ എല്ലാം ശരിയാവോ? നടക്കേണ്ടത് എങ്ങനെയായാലും നടക്കും. ശരി, അത് വിട്. ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അതായത് പിന്നെ ഫുട്ബോൾ മാച്ച് കണ്ടില്ലേ? ഇല്ലല്ലോ. എന്തായി? ഓയ്യോ, കിടിലൻ മാച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഗോളില്ല. സെക്കൻഡ് ഹാഫിലെ മാച്ച് മാറിയേ. ആണോ? മെസ്സിയുടെ ഗോളൊന്ന് കാണണമായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു ഗോളാ. എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കല്ല ശ്രീ. ഞാൻ ഒരിക്കലും മാറില്ല. ഗുഡ് നൈറ്റ്. ഗേറ്റ് പൂട്ടിട്ട് വാ. പറഞ്ഞോ. ഇന്ന് അച്ഛൻ്റെ ഡാൻസ് പ്രോഗ്രാം. 5 മണിക്ക് വന്നേക്ക്, നമുക്ക് പോവാം. ഇന്നാണോ? എന്താ മറന്നോ? ഇല്ലില്ല, വരാം. കളിക്കല്ലേ. ബായ്. ഓ, ഈ ബില്ലാണോ? എക്സ്ക്യൂസ് മീ, ഡോക്ടർ എപ്പോഴാണ് വരുന്നത്? സോറി സാർ, ഇന്ന് കുറച്ച് ലേറ്റ് ആവും. മാഡം 5 o'clock എത്തും. എന്തു പറ്റി നിങ്ങൾക്ക്? BP നല്ല കുറവാണല്ലോ. ടാബ്ലറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് മാം. ടാബ്ലറ്റ്സ് എല്ലാം 25% മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നേ. ഡിപ്രഷൻ വന്നാൽ പോലും BP കുറയും. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. ഞാനാ ശരിക്കും ഉറങ്ങാതിരിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യം നോക്കണം. പിള്ളേരൊക്കെ അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കില്ലേ. BP ഉള്ളത് കൊണ്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. കെയർലെസ് ആയിട്ട് കണക്കാക്കരുത്. ആരോഗ്യമാണ് പ്രധാനം. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ തന്നെ നിനക്കൊരു കല്യാണം നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനെന്താ ചെയ്യാൻ കഴിയുക? ഞാൻ കണ്ടുപിടിച്ച് തരുന്ന പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഓക്കെ പറയുമോ? ഞാനൊന്ന് ഉറങ്ങി എനിക്കെല്ലാം ശരിയാവും മോനെ. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല മോനെ. It was nice. Yeah. Quite nervous. ശ്രീ വന്നില്ല ഇതുവരെ? എന്താ ഇത്, പ്രോഗ്രാമിന് ടൈമായി. നീ വാ, വേഗം വാ. ഓക്കെ. എല്ലാവരും ഓക്കെ അല്ലേ? Sure, sir. കം ഫാസ്റ്റ്. ഇതാമേ. അമ്മ കിടക്ക്. ഹലോ, നീ എവിടെയാ? ഹേയ്, ഇപ്പോഴാ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നേ. ഹായ്. ഞാൻ വന്നോളാം. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ ശ്രീ. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഹലോ, വരുവാ, വയ്ക്ക്. ഓക്കെ,
നല്ല ഡ്രസ് ഇട്ടിട്ട് വാ. ബൈ. നിനക്ക് ടൈമിന് വന്നൂടെ? അച്ഛൻ ബാക്ക് സ്റ്റേജിലേക്ക് പോയി. ഇറ്റ്സ് ഗോണ സ്റ്റാർട്ട്. നമുക്ക് കല്യാണം കഴിക്കാം. ഉടനെ തന്നെ വേണം. നോട്ട് ഹിയർ ശ്രീ, പ്ലീസ്. നിനക്ക് എത്ര ടൈം വേണം സിന്ധു നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ? 6 മാസം? അല്ലെങ്കിൽ 1 വർഷം? എൻ്റെ അമ്മയ്ക്കൊട്ടും വയ്യ സിന്ധു. എന്തു പറ്റി? എനിക്ക് വേണ്ടി നിന്നെ നീ മാറ്റില്ലേ? അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പറ. എന്തായാലും നിനക്കെന്താ, നീ അത് വിഷമിക്കുന്നത് പോലെ. ഒരുപക്ഷെ എന്നെ മൈസൂരിലാണെന്ന് വിചാരിച്ചോ? അപ്പൊ പോലും നീ എന്നെ കല്യാണം കഴിക്കില്ലേ സിന്ധു? അമ്മ ICUലാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് എല്ലാം നന്നായി നോക്കും ഞാൻ. അല്ലാതെ അതിനുവേണ്ടി കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. I hate you. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല അല്ലേ ശ്രീ? എന്ത് മനസ്സിലാക്കാനാ? കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഡ്രീം അച്ചീവ് ചെയ്ത വേറെ ആരുമില്ല ഈ ലോകത്തില്. നീ ഇപ്പോൾ ഈ ദേഷ്യത്തിൽ പറഞ്ഞ I hate you പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഞാനൊരു ഇമോഷണൽ പേഴ്സണാണ്. കുഞ്ഞുങ്ങൾ വന്നാ കുഞ്ഞുങ്ങളെ മാത്രമായിരിക്കും ഞാൻ നോക്കുക. I can't pursue my dream. വലിയൊരു ഡ്രീം. അപ്പൊ എന്നെക്കാളും നിനക്ക് നിന്റെ ഡ്രീമാണോ വലുത്? അപ്പൊ എന്നെക്കാളും നിനക്ക് നിന്റെ അമ്മയല്ലേ വലുത്? എനിക്ക് നീയാണോ അമ്മയാണോ ചോദിച്ചാൽ എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് വലുത്. എനിക്ക് നീയാണോ അതോ എൻ്റെ ഡ്രീമാണോ വലുതെന്ന് ചോദിച്ചാൽ എൻ്റെ ഡ്രീം തന്നെയാണ് വലുത്. അവസാനമായിട്ട് ചോദിക്കുക, എൻ്റെ മനസ്സ് നിനക്ക് മാറ്റാൻ പറ്റില്ലേ? നാളെ ഞാൻ ചെന്നൈ വിട്ട് പോവാണ് ശ്രീ. നിന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേ. നിനക്ക് സുഖമാണോ സിന്ധുജ? I love you. ഇറ്റ്സ് ഓവർ. ഒരുപാട് ലേറ്റായി.
എനിക്കും അറിയാം. ഒരു തവണ കൂടെ പറയണമെന്ന് തോന്നി. ടേക്ക് കെയർ സിന്ധുജ. വരണം വരണം. നേരമാണ് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ല. സുഖമായിട്ടിരിക്കുന്നോ? നമസ്കാരം, വരൂ വരൂ. എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? എടാ എടാ നീ ഇത് എടുത്തുകൊണ്ട് പോയേ. ശരി, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഈ തങ്കരാജ് ഇത് എവിടെ പോയോ എന്തോ. ഒന്ന് താടാ താടാ പ്ലീസ് താടാ താ മോനെ, ഞാൻ please തരൂല. താ ഒന്ന് താ. നീ ശ്രീയെ ശരിക്കും സ്നേഹിച്ചിരുന്നോ? അല്ല, എല്ലാം കളഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ ഒരുപാട് സ്നേഹിച്ചു നിന്റെ അമ്മ. പക്ഷെ ഞാൻ എൻ്റെ കരിയർ, എൻ്റെ താല്പര്യങ്ങൾ, ഞാനെന്ന് എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. അവൾക്ക് അസുഖം ബാധിച്ച കാര്യങ്ങൾ പോലും എനിക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ അതറിഞ്ഞാൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് കരുതി എന്നിൽ നിന്ന് അതും അവൾ മറച്ചു വെച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവൾ എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരല്പമെങ്കിലും അവളുടെ ആരോഗ്യത്തിന് കാണിക്കായിരുന്നു. അൺകണ്ടീഷണൽ ലവ് ചെൽസ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തൊരു സ്നേഹമായിരുന്നു അവൾക്ക്. അവിടെ പോയതിന് ശേഷം വേദനിക്കുക. ദൈവവിശ്വാസമല്ലെങ്കിലും അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് ദൈവത്തിനടുത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരേ ഒരു ചാൻസ്, ഇനി അവളെ നന്നായി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് തിരുത്താൻ പിന്നീടൊരു ചാൻസ് കിട്ടിയില്ല. എനിക്ക് പറ്റിയ അതേ തെറ്റ് നീയും ആവർത്തിക്കുകയാണെന്നൊരു തോന്നല്. നീ സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. പക്ഷെ ഇപ്പം നീ ഒറ്റയ്ക്കായി പോകുമെന്ന് എനിക്കൊരു പേടി. ഞാൻ നിന്റെ അമ്മയെ നഷ്ടപ്പെടുത്തിയതുപോലെ നീ ശ്രീയെ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാ? വേഗം പോവാ അച്ഛാ, പ്ലീസ്.
ഇറ്റ്സ് ഡൺ. സീസണിംഗ് മാത്രം നോക്കിയാൽ മതി. ഷുവർ മാം. മാം താങ്ക് യു മാം. ഹലോ മാം. ആ വിജയ്, യെസ് മാം. പെൻഡിങ് ഓഡിറ്റിംഗ് എല്ലാം എന്തായി? ഓൾമോസ്റ്റ് ഡൺ മാം. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ആഡ് ചെയ്യാൻ യങ്സ്റ്റേഴ്സ് വന്നില്ലേ? പ്രോജക്റ്റ് അവർക്ക് തന്നെ Sure, കൊടുത്തേക്കും. ma'am. മേക്ക് ഷുവർ ഇറ്റ്സ് ക്ലാസ്. Sure. ഓക്കെ ബൈ ബൈ. മാം. പോപ്സ് പോവാമോ? ആ പോകാം ചെൽസ്. ഹലോ, ആരാ? സതീഷ്, സുഖാണോ? എത്ര നാളായി? ഓ ഓക്കെ. എന്തു പറ്റി? സതീഷ് അച്ഛാ, ശ്രീ ഡിവോഴ്സ് ആയിന്ന്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഹെൽ ബി ഓൾ റൈറ്റ്. വാ പോവാം. യാ പപ്സ്. പറയണം സാർ. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, എൻ്റെ മോള് നിങ്ങളുടെ മകനും 3 വർഷം മുമ്പ് സ്നേഹത്തിലായിരുന്നു. നിങ്ങളുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ മകനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകള്. ഈ നേരത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മകൾക്ക് വിവാഹത്തിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പിരിഞ്ഞത് തന്നെ. തെറ്റ് എൻ്റെ മകളുടെയാ. അവൾ അന്ന് കല്യാണത്തിന് സമ്മതിക്കേണ്ടതായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. ഞാൻ അവളെ കുറച്ച് മോഡേണായിട്ടാണ് വളർത്തിയത്. സോറി. മാപ്പ് തരണം. ക്ഷമിക്കുക. നല്ല നേരം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എന്ത് സാർ പ്രയോജനം? എൻ്റെ മോനെ അന്നേ ദിവസം മുതൽ ഞാൻ ചിരിച്ചേ കണ്ടിട്ടില്ല. ഇപ്പോൾ ഡിവോഴ്സായി സാർ. സാറിൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അവർ തമ്മിലുണ്ടായ ഒരു ചെറിയ വഴക്കമുണ്ട്. ആ പെണ്ണ് പോയി അബോർഷൻ ചെയ്തു സാർ. കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ മോൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുമോ സാറേ? കല്യാണം എന്നൊക്കെ പറയുന്നത് വെറും ഒരു വാക്കല്ല സാറേ. 2 മനസ്സുകൾ മാത്രം ഒന്നിച്ചാൽ മാത്രമേ അത് കല്യാണമാകൂ. അതിന് നിങ്ങളുടെ മോള് പറയുന്നത് പോലെ ജീവിക്കുന്നതാണ് നല്ലത്. ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. 4 പേര് 4 തരത്തിൽ സംസാരിക്കും. എന്നാൽ എനിക്കതിനെക്കുറിച്ച് ഒരു വിഷമമില്ല സാറേ. എനിക്കെൻ്റെ മോൻ്റെ സന്തോഷമാണ് പ്രധാനം. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ
ഇപ്പൊ തന്നെ അവനെ കൂട്ടിക്കൊണ്ടു പോ സാറിന് ഞാൻ പറയുമായിരുന്നു. എന്നാ 3 ദിവസമായിട്ട് അവനെ കാണാനില്ല സാറേ. എത്ര ദിവസം എന്നാ പറഞ്ഞേ? 3 ദിവസമായിട്ട് കാണാനില്ല സാർ. വലിയ തെറ്റാണ് സിന്ധുജ. കല്യാണം മാത്രം എന്തായാലും വേണ്ട. നീ എന്താ കളിക്കുന്നോ? നീ ഒരു തവണ കല്യാണം കഴിച്ച് നോക്കിയതല്ലേ? ഞാനും കൂടെ ഒരു തവണ ചെയ്ത് നോക്കട്ടെ. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുവാണ്, നീ ചെയ്യാൻ പോകുന്നതിൽ വലിയ തെറ്റായത്. അമ്മ അവസാനമായിട്ട് ചോദിക്ക, എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ?